ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ തമിഴായിരിക്കും ഒരുപക്ഷെ വിളയാടാൻ പോകുന്നത്. ഇതിനകത്ത് ഇവർ പ്രധാനമായിട്ടും CP രാധാകൃഷ്ണനെ കൊണ്ടുവന്നു. ഇനി അതിന് മറുവിധിയായിട്ട് ഇന്ത്യ മുന്നണിയും തമിഴകത്ത് നിന്ന് തന്നെ ഒരാളെ കൊണ്ടുവരാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. സ്റ്റാലിനെ കൂട്ടാനുള്ളൊരു ശ്രമമായിരുന്നു നടത്തിയത്. പക്ഷേ ഏതായിരിക്കും ഏശുക എന്നുള്ളതാണ്. ഒരു കാര്യത്തിൽ ധാരണയായിരിക്കുന്നു. അടുത്ത ഉപരാഷ്ട്രപതി തമിഴ്നാട്ടിൽ നിന്നായിരിക്കും. ഇന്ത്യ ആണെങ്കിലും ഇന്ത്യ മുന്നണിയാണെങ്കിലും തമിഴകം ഉപരാഷ്ട്രപതിക്കായി ഒരുങ്ങിയിരിക്കുന്നു. ഓൾറെഡി 2 ഉപരാഷ്ട്രപതിമാർ, ആദ്യത്തെ ഉപരാഷ്ട്രപതി S രാധാകൃഷ്ണൻ ഉൾപ്പെടെ വെങ്കിട്ടരാമൻ ഉൾപ്പെടെ 2 ഉപരാഷ്ട്രപതിമാരും രാഷ്ട്രപതിമാരും തമിഴ്നാട്ടിൽ നിന്നുണ്ടായതാണെന്ന് ഓർക്കണം. മൂന്നാമത് ഇതാ ഒരു ഉപരാഷ്ട്രപതി കടന്നു വരുന്നു എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. പക്ഷേ NDA മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ കൊങ്ങുനാടിൽ കാര്യമായ സ്വാധീനമുള്ള, തമിഴ്നാടിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ നല്ല സ്വാധീനമുള്ള ഒരു സ്ഥാനാർത്ഥി. അത് പ്രത്യേകമായി കരുതുന്ന ഒരു കാര്യമാണ്. കാരണം ഒന്ന്, BJP തമിഴകത്തെ ചേർത്ത് പിടിക്കുന്നു. തമിഴകം എന്ന് പറയുമ്പോൾ പ്രാചീന തമിഴകത്തിന്റെ സഹ്യപർവ്വതത്തിന് കിഴക്കും പടിഞ്ഞാറുമുള്ള 2 മേഖലകൾ. പടിഞ്ഞാറുള്ള ചേരന നാട് കേരളം, കിഴക്കുള്ള പാണ്ഡ്യ ചോള നാടുകൾ തമിഴകം, ഇന്നത്തെ തമിഴ്നാട്. ഇത് മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടിയെയും സംഘപരിവാറിനെയും സംബന്ധിച്ചിടത്തോളം ബാലിക്കേറ മലയാണ്. അക്ബറിനും ജഹാംഗീറിനും ഷാജഹാനും ഔറംഗസീബിനും പറ്റാത്തത് അശോകന് സാധിക്കാഞ്ഞത്, BCയിൽ അശോക ചക്രവർത്തിക്ക് സാധിക്കാഞ്ഞത് BJPക്ക് സാധിക്കുമോ? അതായത് BJP എന്ന് പറയുന്നത് മറ്റൊരു അർത്ഥത്തിലല്ല, ഒരു വടക്കേ ഇന്ത്യൻ പാർട്ടി എന്ന നിലയിലാണ് തമിഴകത്തെ പലരും BJPയെ കാണുന്നത്. അപ്പൊ ആ ഒരു ജിങ്സ് പൊളിച്ചു കൊണ്ടുവരിക, ഇത് BJPയുടെ ചിരകാല അഭിലാഷമാണ്. അങ്ങനെയെങ്കിൽ തമിഴ്നാടിന് വേണ്ടി ഏതറ്റം വരെ പോകാൻ തയ്യാറാണ്. കേരളത്തിൽ നിന്ന് ഇപ്പോഴാണ് ഒരു MP ഉണ്ടായത്. തമിഴ്നാട്ടിൽ നിന്നും MP മാർ മുൻപും BJPക്ക് ഉണ്ടായിട്ടുണ്ട്. സഖ്യ കക്ഷിയുടെ രൂപത്തിൽ അണ്ണാ DMKയുമായി ചേർന്ന് നിന്നുകൊണ്ട് കോയമ്പത്തൂർ സീറ്റ് 2 പ്രാവശ്യമാണ് CP രാധാകൃഷ്ണൻ ജയിച്ചു വന്നത്. കന്യാകുമാരി സീറ്റ് പൊൻ രാധാകൃഷ്ണൻ വിജയിച്ചു വന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് രാധാകൃഷ്ണൻ തിരിച്ചടിയും കിട്ടി. ഒറ്റയ്ക്ക് നിന്നപ്പോൾ തിരിച്ചടി ലഭിച്ചു. DMK ഇന്ന് അതിശക്തമായ പാർട്ടിയാണ്. BJPയും DMKയും തമ്മിൽ ഒരു ധാരണയും പ്രതീക്ഷിക്കേണ്ടതില്ല. അണ്ണാ DMKയുമായി ഇണങ്ങിയും പിണങ്ങി നിന്നു. അണ്ണാ DMK BJP ബാധ്യതയായി കണ്ടുകൊണ്ട് അണ്ണാ DMK മാറി നിന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അതിന്റെ ഫലം BJP അനുഭവിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ വീണ്ടും അണ്ണാ DMKയും BJPയും തമ്മിൽ സഖ്യത്തിലായിരിക്കുന്നു. നോക്കൂ, ദ്രാവിഡ രാഷ്ട്രീയം മാറ്റി നിർത്തിക്കൊണ്ട് തമിഴ്നാടിനെ മൊത്തത്തിൽ നമുക്ക് കാണാനാവില്ല. പക്ഷെ ദ്രാവിഡ രാഷ്ട്രീയം ആ രീതിയിൽ ഉൾക്കൊള്ളാൻ BJPക്ക് കഴിയില്ല. കാരണം ഒരു പാൻ ഇന്ത്യ പ്രതിച്ഛായുള്ള ഒരു പാർട്ടിയല്ലേ BJP. അതുകൊണ്ട് തമിഴകത്ത് എങ്ങനെയെങ്കിലും തമിഴകത്ത് ചില ധാരണകൾ എത്തുക. തമിഴകത്തിൻ്റെ ഒരു മനസ്സ് വളരെ പ്രധാനമാണ്. നോക്കൂ, പാർലമെന്റിൽ ഇരിക്കുന്ന ചെങ്കോൽ, പുതിയതായി പാർലമെന്റിൽ ഒരു ചെങ്കോൽ സ്ഥാപിക്കുകയാണ് പുതിയ ബിൽഡിങ്ങിൽ, അധികാരത്തിന്റെ ചിഹ്നമായി. അത് തമിഴ്നാട്ടിൽ തമിഴകത്തിന്റെ ചോള സാമ്രാജ്യത്തിന്റെ ബാക്കിപത്രം. അതൊരു സിംബോളിക്കാണ്, വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ സിംബോളിക്കാണ്. മോദി തപസ്സരിക്കാൻ ചെന്നത് കന്യാകുമാരിയിലാണ്, വിവേകാനന്ദ പാറയിലാണ്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ തമിഴകത്ത് നിന്ന് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടാകുന്നു, തമിഴ്നാടിനെ ചേർത്ത് പിടിക്കുന്നു. ദക്ഷിണ ഭാരതം BJPക്ക് പ്രധാനപ്പെട്ടതാണ് എന്ന ഒരു സൂചന നൽകാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഒന്ന്, BJPക്കാരൻ തന്നെ ആയിരിക്കണം ഉപരാഷ്ട്രപതി, പരീക്ഷണങ്ങൾ അരുത്. ABVP-യിലൂടെ, യുവമോർച്ചയിലൂടെ, അല്ലെങ്കിൽ ആദ്യകാല ജനസംഘത്തിലൂടെ, RSSലൂടെ കടന്നു വന്ന് പിന്നീട് BJPയിൽ 80 മുതൽ BJPയുടെ ഉദ്ഭവകാലം മുതൽ തുടർച്ചയായിട്ട് CP രാധാകൃഷ്ണൻ BJPയുടെ നേതാവായിരുന്നു. തമിഴ്നാടിന്റെ BJP സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു, കോർഡിനേറ്റർ ആയിരുന്നു, എല്ലാമായിരുന്നു. അതുകൊണ്ട് മുൻപ് സംഭവിച്ച ജഗദീപ് ധൻകർ പല പാർട്ടികൾ മാറി, ലോക്ദളും കോൺഗ്രസും പല പാർട്ടികളും മാറി BJPയിലെത്തി. അങ്ങനെ അക്കോമഡേറ്റഡ് ആയ ആൾ
ബംഗാൾ ഗവർണറായിരുന്നപ്പോഴാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെടുന്നത്. ഇദ്ദേഹം മഹാരാഷ്ട്ര ഗവർണറാണ്, ജാർഖണ്ഡ് ഗവർണർ, ഇപ്പോൾ മഹാരാഷ്ട്ര ഗവർണർ. അതുകൊണ്ട് അടിയുറച്ച BJP-കാരൻ. അങ്ങനെയാണ് പ്രതിപക്ഷം ആകെ വെട്ടിലായി. MK സ്റ്റാലിൻ എന്ത് പറയും? തമിഴകത്ത് നിന്ന് ഉറപ്പായി ഒരു ഉപരാഷ്ട്രപതി വരുമ്പോൾ എങ്ങനെ എതിർക്കാനാവും? അപ്പൊ തമിഴ് മക്കൾ ആകെപ്പാടെ അങ്കിലാപ്പിലാണ്. അതുകൊണ്ട് ഇപ്പോൾ സ്റ്റാലിനും ഇന്ത്യ മുന്നണിയും പറയുന്നത് തമിഴകത്ത് നിന്ന് തന്നെ ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തും. ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് എല്ലാ കണ്ണുകളും തമിഴ്നാട്ടിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു സമയം. പക്ഷേ ഇത് തമിഴ്നാട്ടിൽ BJP-ക്ക് വലിയൊരു മൈലേജ് ഉണ്ടാക്കാൻ സാധ്യത കാണുകയല്ലേ? തീർച്ചയായും BJP-യുടെ ഒരു DNA തമിഴ് DNA-യുമായി എത്രത്തോളം ചേർന്ന് പോകുമെന്നതാണ് വിഷയം. ഇവിടെ നല്ല ഉഗ്രപ്രതാപിയായ ഒരു സിവിൽ സർവന്റിനെ കൊണ്ടുവന്നു. അണ്ണാമലൈ പിന്നെ BJP സംസ്ഥാന പ്രസിഡന്റായി. അദ്ദേഹത്തിന് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തോട് BJP-യുടെ പല നേതാക്കൾക്കും സഖ്യകക്ഷികൾക്കും പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു, വിസിബിലിറ്റി കൂട്ടി, അംഗീകാരം കൂട്ടി, വലിയൊരു ഓളം ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷെ അത് വിജയത്തിലേക്ക് എത്തണമെങ്കിൽ വീണ്ടും ഒരു ദ്രാവിഡ കക്ഷിയുടെ ചിറകിലേറി മാത്രമേ BJP-ക്ക് മുന്നോട്ട് പോകൂ. കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിലെ സിറ്റുവേഷൻ വ്യത്യസ്തമാണ്. ഇവിടെ BJP തന്നെയാണ് ലീഡ് പാർട്ടി ഇൻ ദി NDA. പക്ഷെ തമിഴ്നാട്ടിലെ NDA-യുടെ ലീഡ് പാർട്ടി BJP അല്ല എന്ന് ഓർക്കണം. അവിടെ ഒരിക്കലും BJP-ക്ക് ലീഡ് പാർട്ടിയാകാനുള്ള നമ്പേഴ്സ് ഇല്ല. അല്ലെങ്കിൽ ദ്രാവിഡ രാഷ്ട്രീയം ആകെ പറയണം വിജയിന്റെ എൻട്രി ഉണ്ടാക്കാൻ സാധ്യതയുള്ള മാറ്റം മറിച്ചിലുകൾ അതെല്ലാം BJP എങ്ങനെയാണ് ഗുണകരമായാണോ ദോഷകരമായാണോ ബാധിക്കുന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. അതുകൊണ്ട് എന്നിരുന്നാലും സിംബോളിക്കായി ചെയ്യാവുന്നതെല്ലാം തന്നെ BJP ചെയ്ത ഒരു വലിയ ഒരു നിരനിരയായിട്ട് നമ്മൾ നോക്കിയാൽ ഭാരതരത്നം നൽകിയപ്പോൾ കോൺഗ്രസ് പാർട്ടിയോ ഇന്ത്യ സഖ്യമോ അതിന്റെ മുൻകാല നേതാക്കൾ തഴയപ്പെട്ടു. അവർക്കെല്ലാം തന്നെ കർപ്പൂരി താക്കൂർ ബീഹാറിലെ, ചരൺ സിംഗ് ഉത്തർപ്രദേശ് ബാഗ്പത്ത്, അല്ലെങ്കിൽ പല ആളുകളും പ്രണബ് കുമാർ മുഖർജി, ഇവർക്കൊക്കെ ഭാരതരത്നം ഉൾപ്പെടെ നൽകിയത് BJP ആണെന്ന് ഓർക്കണം. സർദാർ വല്ലഭായ് പട്ടേലിന്റെ വലിയ സ്റ്റാച്യു അത് സർദാർ സരോവർ അണക്കെട്ടിന് അഭിമുഖമായി നിൽക്കുകയാണ്. സിംബോളിക്കാണ് എല്ലാം തന്നെ. അതുകൊണ്ട് BJP-യുടെ മറ്റൊരു സിംബോളിക് സർജിക്കൽ സ്ട്രൈക്ക് ആയി വേണം ഇങ്ങനെയുള്ള CP രാധാകൃഷ്ണന്റെ രംഗപ്രവേശത്തെ കാണേണ്ടത്. പക്ഷെ അതുപോലുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് നമ്മൾ കേരളത്തിലും കണ്ടത്. ഈ സദാനന്ദൻ മാസ്റ്ററെ പിന്നെ രാജ്യസഭാംഗമാക്കിയതിലൂടെ ഇതുപോലുള്ള ഒരു നീക്കമാണ് ഇപ്പം നമ്മൾ തമിഴ്നാട്ടിലും കാണുന്നത്. കേരളത്തിൽ സുരേഷ് ഗോപിയുടെ കടന്നുവരവ്, അതെ, കേരളത്തിൽ മൈനോറിറ്റിയിൽ നിന്ന് ഉള്ള ജോർജ് കുര്യന്റെ കേന്ദ്ര മന്ത്രിസഭയിലേക്കുള്ള കടന്നുവരവ്, ഇപ്പോൾ ഇതാ സദാനന്ദൻ മാസ്റ്റർ. CPM-ന്റെ ഗുണ്ടകൾ അലക്കി തെച്ച സദാനന്ദൻ മാസ്റ്ററെ വൈകിയെങ്കിലും പരിഗണിച്ചു, കണ്ടെത്തി, അക്കോമഡേറ്റ് ചെയ്തു. അത് വലിയ സിംബോളിക് ഒരു സൂചനയാണ്. അക്രമ രാഷ്ട്രീയത്തിനെതിരെ BJP-യും അക്രമ രാഷ്ട്രീയം പലപ്പോഴും വഹിച്ചിട്ടുണ്ട്. അത് അങ്ങനെയാണല്ലോ യാഥാർത്ഥ്യം. CPM-നുള്ള ശക്തമായ മറുപടിയാണ് വടക്കൻ കേരളത്തിൽ നിന്നുള്ള ഒരു നേതാവിനെ രാജ്യസഭയിൽ എത്തിക്കുന്നു. അതും കേരളത്തിൽ നിന്ന് എത്തിക്കാനാവില്ലല്ലോ, മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് മാത്രമല്ല എത്തിക്കാനാവൂ. ഇപ്പൊ ഇത്രയും കാലം BJP ഇവിടുന്ന് രാജ്യസഭയിൽ എത്തിച്ച എല്ലാവരും തന്നെ ഒന്നുകിൽ മധ്യപ്രദേശ് അല്ലെങ്കിൽ രാജസ്ഥാൻ, മറ്റേതെങ്കിലും സംസ്ഥാന കോട്ടയിലാണ് വന്നിട്ടുള്ളത് എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. അപ്പൊ ദക്ഷിണേന്ത്യയിലെ ഏതെങ്കിലും തരത്തിലുള്ള നേട്ടം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ലക്ഷ്യം വെക്കുകയാണ് ശരിക്കും BJP. അങ്ങനെ വേണം കരുതാൻ. കേരളത്തിൽ അക്കൗണ്ട് തുറന്നത് വീണ്ടും ഒന്നുകൂടി തുറക്കുക, കഴിയുമെങ്കിൽ അതിനു മുമ്പ് വരുന്ന കോർപ്പറേഷൻ, പഞ്ചായത്ത്, നഗരസഭ തെരഞ്ഞെടുപ്പുകളിൽ മാന്യമായ ഒരു ഇടം നേടിയെടുക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഒരു ഡബിൾ ഡിജിറ്റിലേക്ക് നീങ്ങാനാവുമോ എന്ന ചിന്ത ഇപ്പോഴത്തെ നിലയിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ ഒരുപക്ഷെ BJP-യോട് ചേർന്ന് നിൽക്കുമെന്ന പ്രതീക്ഷ ഇപ്പോൾ മങ്ങിയിരിക്കുന്നു. കാരണം ഛത്തീസ്ഗഡിലെ ക്രൈസ്തവർക്ക് നേരെയുണ്ടായ, ക്രൈസ്തവ മിഷണറിമാർക്കും കന്യാസ്ത്രീകൾക്കും നേരെയുണ്ടായ ആക്രമണം എല്ലാം ആ ഒരു അനുകൂലമാകാവുന്ന അന്തരീക്ഷത്തെ സ്വല്പം പിന്നോട്ടടിച്ചിട്ടുണ്ട് എന്നതും BJP കാര്യമായി എടുക്കുന്നു. അതുകൊണ്ട് ഒരു മെല്ലപ്പോക്ക് അല്ലെങ്കിൽ ഒരു സമവായത്തിലേക്ക് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഉൾപ്പെടെ ചേർത്ത് പിടിക്കാനുള്ള പ്രകൃതിയായ ശ്രമങ്ങൾ നടക്കും. അതുകൊണ്ട് ഇനിയും ഏറെ സിംബോളിക് ജസ്റ്റേഴ്സ് തമിഴ്നാട് കേരള മേഖലയിലേക്ക് BJP-യുടെ ആവനാഴിയിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.